അൻസാരി സുഹൂരി ഉസ്താദ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്ന നല്ലവരായ ജനസമൂഹം ജീവിക്കുന്ന ഈ കേരളത്തിലേക്ക് മതവിദ്വേഷവും വർഗീയതയും പറഞ്ഞു പരത്തി ആ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികൾക്കും അദ്ദേഹം മനോഹരമായിക്കൊണ്ട് മറുപടി നൽകാറുണ്ട്. കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് അദ്ദേഹം നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നുമുണ്ട്. ഒരു വശത്ത് വർഗീയവാദികൾ മതം പറഞ്ഞ് മതവിദ്വേഷം പറഞ്ഞ് ആളുകളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അൻസാരി സുഹൂരി ഉസ്താദ് മതസ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മനോഹരമായ മറുപടി നൽകി ആ വർഗീയവാദികളുടെ അജണ്ടകൾ ഇല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം സംഘികൾക്കും ക്രിസംഘികൾക്കും ഇസ്ലാമിക വിരോധികൾക്കുമെല്ലാം ഉസ്താദിനോട് വല്ലാത്ത വെറുപ്പാണ്. ഒരുപക്ഷെ ഈ അടുത്ത കുറേ ദിവസങ്ങളിലായി നോക്കിക്കഴിഞ്ഞാൽ പല സംഘികളുടെയും ക്രിസംഘികളുടെയും സമൂഹമാധ്യമ പേജുകളിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് അൻസാരി സുഹൂരി ഉസ്താദിനെ വിമർശിക്കുന്ന, അദ്ദേഹത്തിനെ തീവ്രവാദിയെന്നും ജിഹാദിയെന്നും വിളിക്കുന്ന പ്രവണതകളാണ് കൂടുതലും കാണാറുള്ളത്. തങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘികളുടെയും ക്രിസംഘികളുടെയും പ്രവണത കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. സൂര്യലക്ഷ്മി എൽ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ID നിന്നും വന്ന ഒരു കമന്റാണിത്. നിന്റെ തല മണ്ണിൽ ഉരുളും അധികം താമസിക്കാതെ. കണ്ടില്ലേ ആ ഒരു കമന്റ്? പലപ്പോഴും ഇത്തരം കമന്റുകളും കാര്യങ്ങളും എല്ലാം ഫേക്ക് ID നിന്നാണ് കൂടുതലും അധികം പുറത്തു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് തന്നെയാണോ, ആ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി ഒറിജിനലാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും ആ ഉസ്താദിനോടുള്ള വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരു തനി വർഗീയവാദി എഴുതിയ ഒരു കമന്റാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നോക്കൂ, നിന്റെ തല മണ്ണിൽ ഉരുളുമെന്നാണ് ഈ വർഗീയവാദി പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്നും ഉസ്താദിനോട് ഈ പറയപ്പെടുന്ന ഈ വർഗീയവാദിയായ ഇവന് എത്രത്തോളം വെറുപ്പുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. നോക്കൊരു കൊലവിളി നടത്തുകയാണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു കമന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടോ? അങ്ങനെ വെറുതെ ഒന്നും തള്ളിക്കളയേണ്ട ഒരു കമന്റ് അല്ല ഇത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ, തങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ മിണ്ടിയാൽ അവരെ നിശബ്ദരാക്കുന്ന ഇത്തരം ആളുകളുടെ പ്രവണത ഇതിനു മുമ്പും നമ്മൾ പലവട്ടം കണ്ടതാണ്. നോക്കി, ഇവിടെ അൻസാരി സുഹൂരി ഉസ്താദിന് പകരം ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിക്കോ സന്യാസിക്കോ ഇതുപോലെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ഒരു കമന്റ് ഇട്ടിരുന്നുവെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വലിയ കോലാഹലങ്ങളുണ്ടാകും, ചാനൽ ചർച്ചകളുണ്ടാകും, ആ പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷണങ്ങളുണ്ടാകും. ആ പറഞ്ഞവൻ ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് തന്നെ പിന്നെ ലോകത്തുള്ള